കൂട്ടുകാരെ, നമുക്കൊരു രസം വെച്ചാലോ? വളരെ എളുപ്പത്തിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചതയ്ക്കാനുള്ളതാണ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരകവും കൂടെ ചതച്ചെടുക്കണം. തക്കാളി രസം വെക്കുന്നത്, തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് ഞെരടി എടുക്കണം. ഞാൻ ചില സമയങ്ങളിൽ അത് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞെരടാൻ എളുപ്പത്തിന് എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിനൊന്നും സമയമില്ല കൊണ്ട് ഇങ്ങനെ എടുത്തു. പുളിയുള്ള തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി ഉണ്ട്, അതായിരിക്കും നല്ലത്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച മസാല ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം കുറച്ച് കുറച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തക്കാളി അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് എത്രയാണോ വെള്ളം വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കാം. ലൂസായിട്ടിരുന്നാൽ മതിയല്ലോ രസം, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഏറെ ഉണ്ടാക്കും, കാരണം 2-3 ദിവസത്തേക്ക് വെക്കാമല്ലോ. ഇതിൻ്റെ എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കരപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം ഒത്തിരി തിളച്ച് ഇതാവേണ്ട ആവശ്യമില്ല. തള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു പാൻ എടുത്ത് എണ്ണ കാച്ചി ഒഴിക്കാന്ന് പറഞ്ഞാൽ ഞാനിതിനകത്ത് വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണേ. ഇത്രയേ ഉള്ളൂ, സ്വാദിഷ്ടമായ രസം റെഡിയാണ്. നല്ല സൂപ്പറാണ്. നിങ്ങളൊക്കെ പല രീതിയിലായിരിക്കും രസം വെക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ വെക്കുന്നത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, ഒരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ. ഓക്കെ.